പില്ലോയുടെ അടിയിൽ ഫോൺ വെക്കുന്നത് നമുക്ക് റേഡിയേഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ തൊട്ടടുത്തുള്ള ടേബിളിലാണെങ്കിൽ പോലും നമ്മൾ ഫോൺ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്തുള്ള വാസ്തവം എന്താണ് ഡോക്ടർ? വാസ്തവം ഫോൺ ബെല്ലടിച്ചാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആകും ഉറക്കത്തിന്, ഓക്കെ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ റേഡിയേഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മൊബൈൽ ഫോണിൽ റേഡിയേഷൻ, മൊബൈൽ സിഗ്നലിന്റെ റേഡിയേഷൻ, അങ്ങനെ ആ റേഡിയേഷൻ ആണ് ഇപ്പൊ മുമ്പേ പറഞ്ഞതുപോലെ ഈ റേഡിയേഷൻ നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്നുള്ളൊരു സങ്കല്പം നമുക്ക് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ എനർജിയും, അതായത് നമ്മൾ ഈ കാണുന്ന ഈ വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു സ്പെക്ട്രമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. അത് ഒരു സൈഡില് വേവ് ലെങ്ത് കൂടിയ, അത് നമ്മൾ വേവ് ലെങ്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കൂടിയത് അല്ലെങ്കിൽ അതിന്റെ പവർ കുറഞ്ഞത്, അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞത്, ആ തുടക്കമാണ് നമ്മൾ ഈ പറഞ്ഞ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റേ അങ്ങേയറ്റമാണ് നമ്മൾ എക്സ് റേസ്, ഗാമ റേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഇതില് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ റേഡിയോ വേവ്സ് ആണ് ഏറ്റവും അങ്ങേയറ്റത്തിൽ. ഈ റേഡിയോ വേവും കഴിഞ്ഞ് മൈക്രോവേവും കഴിഞ്ഞ് ആണ് നമ്മുടെ ഈ ലൈറ്റ് വരുന്നത്. ലൈറ്റ് നമ്മൾ എന്നും കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ലൈറ്റ് അടിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നം പോലും ഈ റേഡിയോ വേവ് നമ്മുടെ ശരീരത്തിൽ അല്ല ചുറ്റും നടക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് ഏൽക്കുന്നതിൽ പ്രശ്നം ഉണ്ടാകില്ല. എന്നാൽ അങ്ങേയറ്റത്തുള്ള ഈ എക്സ് റേസ്, ഗാമ റേസ്, അതെന്ന് പറഞ്ഞാൽ ഹൈ എനർജി തരംഗങ്ങളാണ്. അത് നമ്മുടെ ശരീരത്തെ ഏറ്റാൽ നമുക്ക് ഈ നമ്മുടെ കോശങ്ങളിലെ DNA-ക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും. അറിയാലോ, നമുക്ക് ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ DNA-ക്ക് ഡാമേജ് വരണം. അപ്പൊ അങ്ങനെയുള്ള വേവ്സ് ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റേ, ഗാമാറേ എന്നുള്ളതാണ്. അതല്ലാതെ ഈ സാധാരണ റേഡിയോ വേവ്സ്, ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള ഈ റേഡിയോ വേവ്സ് വിഭാഗത്തിൽപ്പെടുന്ന പല ഫ്രീക്വൻസികളുണ്ട്. അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതും തൊട്ടടുത്തുള്ള മൈക്രോവേവ്, മറ്റേ വലിയ ടവറുകൾ കൊണ്ടിട്ടില്ല, അതൊക്കെയാണ് നമുക്ക് പ്രശ്നം ഇല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഒരു കാരണവശാലും മൊബൈൽ തലയെടുത്ത് വെച്ച് തുടങ്ങിയാൽ ഒത്തിരി പഴയ ബാറ്ററിയാണ്, ചൂടാവും. അതല്ല പോക്കറ്റ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് വെറും തെറ്റാണ്. അതൊക്കെ ഒരു രീതിയിലും അതിന് യാതൊരുവിധ സയന്റിഫിക് ബാക്കിംഗ് ഇല്ല. എന്നാൽ അതൊരു അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഈ റേഡിയോ വേവ്സ് ഒരു നിരുപദ്രവകാരിയാണ്. ഓക്കെ, എന്നിട്ട് ഇത് എത്ര ഇതായിട്ടാ പറഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണേ. മാത്രമല്ല നമ്മുടെ ഇവിടെ മൊബൈൽ ടവേഴ്സ് വെക്കും. മൊബൈൽ ടവർ ചില ആൾക്കാർ വീട്ടിൽ വെക്കാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങളുടെ ടവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റേഡിയേഷന്റെ ഞങ്ങൾക്ക് അത് നമ്മുടെ കേരളത്തിലുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആ കോവിഡ് തുടങ്ങിയ സമയത്ത്, ആ സമയത്താണ് 5G വരുന്നത്. 5G ഇംഗ്ലണ്ടിലാണ് വരുന്നത്. ഇംഗ്ലണ്ടില് കോവിഡ് വരാനുള്ള കാരണം ഈ 5G ടവർ വെച്ചാന്ന് പറഞ്ഞാൽ അവിടുത്തെ സായിപ്പന്മാരെല്ലാം കൂടെ ഒരു 2-3 ടവർ കത്തിച്ച് കളഞ്ഞു.